നമ്മുടെ ഏറ്റുപറച്ചിൽ വളരെ വലിയൊരിതാണ്. റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന ദൈവമുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ എനിക്കൊന്നും അറിയത്തില്ല, അയ്യോ എനിക്കിത് എന്തായി തീരുമെന്ന് പറയുന്നവർക്ക് വേണ്ടിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അസ്ഥി താഴ്വരയെ കൊണ്ട് നിർത്തിയിട്ട് പ്രവാചകനോട് ചോദിച്ചു, ഇത് ജീവിക്കുമോ? നാം പറഞ്ഞു, ഹോവേ നീ അറിയും. പുതിയ നിയമത്തിൽ നമ്മളോട് ചോദിച്ചാൽ പറയും, യേശുവിന്റെ മരണപുനരുത്ഥാനത്തിലൂടെ എല്ലാം എനിക്ക് ലഭിച്ചു. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്ക് ക്യാൻസറിന്റെ അടിമത്തമാണേലും 4 സ്റ്റേജ് ആണേലും എനിക്ക് പുറത്തു വരണം, എനിക്ക് ചിലത് ചെയ്യാനുണ്ടെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ, യേസ് പാസ്റ്റർ ഞാൻ വീണ്ടും അവിടെ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആമേൻ. രക്തസ്രാവമുള്ള സ്ത്രീ പറഞ്ഞ പോലെ ഞാൻ പോകും, തൊങ്ങല്ലെങ്കിലും തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നീ തളർന്നു പോകാൻ, നിരാശപ്പെടാൻ ഇടയാകത്തില്ല. പ്രാർത്ഥന മാത്രമല്ല, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല കാര്യമാണ്. അതിലും നിനക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഏറ്റുപറച്ചിൽ.